കാഴ്ചകളുടെ നിറം ലോകം തുറന്നുകൊണ്ട് ദർശന TV ഒരുക്കുന്ന അക്കരെ അക്കരെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അക്കരെ അക്കരെ എന്ന ഈ പ്രോഗ്രാമിൽ ആദ്യമായി ലണ്ടനിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏവരും നിങ്ങളെ ലണ്ടനിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാനിപ്പോൾ ലണ്ടനിലെ വിക്ടോറിയ ആൽബർട്ട് മ്യൂസിയത്തിൻ്റെ മുന്നിലാണ്. വളരെ ഫേമസ് ആയ ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു മ്യൂസിയമാണ് എൻ്റെ പുറകിലുള്ളത്. ഇതിൻ്റെ അകത്ത് കൈകൊണ്ട് എഴുതിയ ഖുർആനുണ്ട്, അഥവാ AD 700-കളിൽ എഴുതിയ ഖുർആന്. മരത്തിൻ്റെ തൊലിയിൽ നിന്നും ഇലകളിൽ നിന്നും ഒക്കെ അതേ സ്കെച്ച് അടർത്തിയെടുത്ത ഇന്നത്തെ രീതിക്കുള്ള പേപ്പറിലേക്ക് പഞ്ച് ചെയ്തെടുത്ത ഖുർആനുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്നും മുഗൾ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന അപൂർവ ഇനം ഒരുപാട് പടച്ചിട്ടകളും ഡ്രസ്സുകളും ഒക്കെ ഇതിനകത്തുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളുള്ള ലോക രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന നൂറ്റാണ്ടുകളല്ല ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഈ മ്യൂസിയത്തിലാണ് അകത്തുണ്ട്. നമുക്ക് ഈ മ്യൂസിയത്തിനകത്ത് പോയി ഓരോന്നായിട്ട് ഒരു അല്പമെങ്കിലും ഒന്ന് കണ്ട് പരിചയപ്പെടാം. ഞാനിപ്പോൾ ലണ്ടനിലെ വിക്ടോറിയ ആൽബർട്ട് മ്യൂസിയത്തിലാണ്. ഈ മ്യൂസിയത്തിൽ ഒരുപാട് വിഭാഗങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഫ്ലോറും ഓരോ രാജ്യത്തിനും വേണ്ടി വെച്ചിട്ടുണ്ട്. ഏഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളുമായി, അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധമുള്ള ഒരു മ്യൂസിയത്തിലാണുള്ളത്, അഥവാ ഇസ്ലാമിക് ആർട്ട് ഗാലറിയിലാണ്. ഇവിടെ ധാരാളം ഉപകരണങ്ങൾ പണ്ട് കാലത്ത് 1450 വർഷം മുമ്പ്, 1400 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന പല അപൂർവ വസ്തുക്കളും ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഓരോ പ്രദർശനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഒന്ന് കണ്ട് പരിചയപ്പെടാം. ഈ കാണുന്നത് തുർക്കിയുടെ പാത്രങ്ങളാണ്. 1400-കളിൽ കൊണ്ടുവന്ന തുർക്കിക്കാർ ഉപയോഗിച്ചിരുന്ന അപൂർവ ഇനം പാത്രങ്ങൾ, പിഞ്ഞാണങ്ങളൊക്കെയാണ്. ഈ പുറകിലേക്ക് കാണുന്നത് സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന 1450-ൽ എക്സ്ചേഞ്ച് ചെയ്ത കുറച്ച് പാത്രങ്ങളാണ്. അത് അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറച്ച് പാത്രങ്ങൾ യൂറോപ്പിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരും. ഇവിടുന്ന് കുറേ ഐറ്റംസ് അങ്ങോട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് തരും. ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടന്നിരുന്നു. അത്ര അന്നത്തെ കുറേ ഐറ്റംസാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഒരു ടൈല് പോലെ, പിഞ്ഞാണം കൂട്ട് പോലത്തെ ഒരു പ്രത്യേക ടൈലാണ്. ഈ ടൈല് 1215-ൽ നിർമ്മിച്ചതാണ്. അക്കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇവിടുത്തെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇറാനിൽ നിന്ന്, ഇറാൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകളാണ്.
ലോകത്തെ ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള കാർപ്പറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, തുർക്കികൾ നിർമ്മിക്കുന്നതാണ്. എന്തിന്, സൗദി അറേബ്യയിലെ പരിശുദ്ധ കഅബയുടെ കില്ല വരെ ഇന്ന് തുർക്കികളാണ് നിർമ്മിക്കുന്നത്. ലോകത്തെ ഏറ്റവും നല്ല ഭംഗിയുള്ള ക്വാളിറ്റിയുള്ള ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റുകളൊക്കെ ഇന്ന് തുർക്കിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ തുർക്കി കാർപ്പറ്റ് 1500 നിർമ്മിച്ച 1500 AD 1500 നിർമ്മിച്ച ഒരു കാർപ്പറ്റാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നൊരു വലിയ കാർപ്പറ്റ്. അക്കാലത്ത് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായി തുർക്കികൾ കാർപ്പറ്റ് നിർമ്മിച്ചിരുന്നു എന്ന് ഈ ഒരു കാർപ്പറ്റ് കാണുമ്പോൾ മനസ്സിലാക്കും. എൻ്റെ പുറകിൽ കാണുന്നത് ഷാ ഷാഫി ഭരിച്ചിരുന്ന 1629 ഇറാൻ ഭരിച്ചിരുന്ന ഭരണാധികാരിയുടെ വാളാണ് ഈ തൊട്ടപ്പുറകിലിരിക്കുന്നത്. 4 തരം വാളുകൾ ഈ മ്യൂസിയത്തിലുണ്ട്. 4 വിധാണ്, 4 മോഡലുകളാണ്. 1700കളിൽ ഇറാനിൽ ഉപയോഗിച്ചിരുന്ന അപൂർവ ഇനം കത്തികളാണത്. ഇരുമ്പ് കൊണ്ടും നിർമ്മിച്ചിട്ടുണ്ട് കത്തി, അതുപോലെ കൊമ്പ് കൊണ്ടും പ്രത്യേക മരങ്ങളെ കൊണ്ടും ഫൈബർ കൊണ്ടൊക്കെ കത്തി നിർമ്മിച്ചിട്ടുണ്ട്. പ്രത്യേക ഡിസൈനിങ് ഉള്ള ഈ കത്തിയാണത് 1700കളിൽ അക്കാലത്ത് ഉപയോഗിച്ചത്. എൻ്റെ ഈ തൊട്ടുപുറകിൽ കാണുന്ന ഒരു പ്രത്യേക തരം ടൈലുകളാണ്. കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നത് ഇത്തരം ടൈലുകളെ കൊണ്ടാണ്. 1300കളിൽ ഉസ്ബെക്കിസ്ഥാനിൽ നിർമ്മിച്ചതാണ് ഈ ടൈലുകൾ. ഇത് ഇന്നും ഇത്തരം കൊട്ടാരങ്ങൾ ഇന്നും അതുപോലെ കേടുകൂടാതെ നിലകൊള്ളുന്നുണ്ട്. അന്നത്തെ ടൈലിൻ്റെ പ്രത്യേകതയാണ് അത്ര. കൊത്തുപണികളാലാണ് ഇത്തരം ടൈലുകൾ നിർമ്മിച്ചത്. മെഷീനറിയല്ല, കൈകൊണ്ടുണ്ടാക്കിയ ടൈലുകളാണ്. എന്റെ മകളുടെ ഭാവി ഞാൻ സുരക്ഷിതമാക്കി ചെമ്മണ്ണൂർ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ. When the senses perceive, transcending it to an emotion, finally merge the inner tranquility with the physical well-being. We call it health. Al Abir Medical Group, where we redefine the horizon of health. സിൽക്കി മാൾ അവതരിപ്പിക്കുന്നു വിവാഹബന്ധങ്ങൾ അനശ്വരമാക്കുവാൻ, മലബാറിന്റെ മനസ്സറിഞ്ഞ് മണവാട്ടിയെ അണിയിച്ചൊരുക്കുവാൻ, പരിശുദ്ധിയുടെ പൊൻവർണ്ണങ്ങളിൽ മംഗല്യപ്പട്ടുകളുടെ എല്ലാത്തരം വൈവിധ്യമാർന്ന കളക്ഷൻസും ഇവിടെ ഒരുമിക്കുന്നു. വിദഗ്ധരായ നെയ്ത്തുകാരുടെ കരവിരുതും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫാഷനും ഇനി സിൽക്കി മാളിൽ. സിൽക്കി മാൾ, ബാങ്ക് റോഡ്, കണ്ണൂർ. പഠനം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ, പരിശീലനം ഇന്ത്യയിലുടനീളം, തൊഴിൽ വിദേശത്തും സ്വദേശത്തും, ഒപ്പം സ്വന്തമായി ഒരു ബിസിനസ്. ഒരാൾക്കൊരു മൊബൈൽ അത്രയും സ്വാധീനിക്കുന്നു ഇന്ന് മൊബൈൽ ഫോണുകൾ മനുഷ്യജീവിതത്തെ. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു മൊബൈൽ ഫോൺ മേഖലയിൽ. കാലത്തിനനുസരിച്ച് മാറിവരുന്ന മൊബൈൽ ഫോണുകളിൽ ഉയർന്ന പരിശീലനം നൽകുന്നത് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ മാത്രം. പരിശീലനം കഴിഞ്ഞ എല്ലാവർക്കും ജോലി. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയെ വേറിട്ട് നിർത്തുന്നു. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, NS ജംഗ്ഷൻ, ചങ്കുവെട്ടി, കോട്ടക്കൽ. നിങ്ങൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഷാദി മുബാറക് എല്ലാ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ. ട്രെൻഡി വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യങ്ങളായ രത്നങ്ങളുടെയും കമനീയമായ സ്വർണ്ണാഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകൾ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക്. ഞങ്ങൾ കണ്ടെത്തുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ദൈവം ഒന്നിപ്പിക്കുന്നു. ഷാദി മുബാറക്. ഷാദി മുബാറക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിശ്വസ് ഞാൻ അറിയിക്കുന്നു. ഷാദി മുബാറക് എല്ലാ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ. മറക്കാതെ കാണുക. എല്ലാരും ചൊല്ലണ് വിളപ്പിൽ മൃഗശാലയെന്ന്, അയ്യോ വിളപ്പിൽ അറവുശാലയെന്ന്. ഗാർഡന്റെ പേര് ചൊല്ലി നാട്ടാരെ പറ്റിച്ചു വാങ്ങിയ ഭൂമിയെന്ന്, അയ്യോ വാങ്ങിയ ഭൂമിയെന്ന്. ജീവിത
മരണം ഞങ്ങൾക്ക് സമരമായി മാറിയിരിക്കുകയാണ്. വിളപ്പിൽശാല ജനതയുടെ കഷ്ടപ്പാട് എന്താണെന്ന് കറക്റ്റ് നഗരത്തിലുള്ളവർ അറിയണം. കേരളത്തിലുള്ള ആളാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ അവർ വിചാരിക്കുന്നത് കേരളീയരല്ല, ഇവൻ എന്ത് ചെയ്യാന്നുള്ള. ഞങ്ങളെ കൊച്ചു കുട്ടിയൊക്കെ ജീവിക്കണം, നമ്മൾ മരിച്ചു പോകണം. മാലിന്യ മലകൾ തന്നെയാണ് പല ഭാഗങ്ങളിലുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങി. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഞങ്ങൾ വിളിക്കും, പൊന്നു ദൈവമേ, ഈ ദ്രോഹം ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതിവിടെ കൊണ്ട് സ്ഥാപിച്ചത്? ഇതിനകം 20 സംസ്ഥാനങ്ങൾ താണ്ടിക്കഴിഞ്ഞിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും സാഹസികവും ദീർഘമേറിയതുമായ സഞ്ചാര പരിപാടി. ഇന്ത്യയുടെ നാഡീവ്യൂഹമായ റോഡുകളിലൂടെ സഞ്ചരിച്ച് അത്ഭുത കാഴ്ചകൾ പ്രേക്ഷകരിലെത്തിക്കുന്നു. രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന എലികളെ ആരാധിക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രം, ധരംശാലയിലെ ടിബറ്റൻ സമാന്തര ഭരണവ്യവസ്ഥ, ദൈവം ഉലാത്താനിറങ്ങുന്ന കുളു മനാലി താഴ്വാരങ്ങൾ, പഴക്കം നിശ്ചയിക്കാനാകാത്ത ഹിമാലയത്തിലെ കൽക്ഷേത്രങ്ങൾ, പാമ്പുകൾക്കൊപ്പം ശയിക്കുന്ന ബംഗാളിലെ ഗ്രാമങ്ങൾ, കേരളത്തിനു വേണ്ടി ആനയെ പിടിക്കുന്ന ബീഹാറിലെ ഗ്രാമങ്ങൾ. ഇങ്ങനെ മലയാളി മനസ്സുകളെ വിസ്മയത്തിലാഴ്ത്തുന്ന ദൃശ്യങ്ങൾ. കാണാത്ത ഇന്ത്യ. എൻ്റെ തൊട്ടപ്പുറകിലുള്ളത് ഖുർആനിൻ്റെ കഴിയെഴുത്ത് കോപ്പിയാണ്. അഥവാ 750 AD 750 എന്ന് പറയുമ്പം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിൻ്റെ 250 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു കഴിയെഴുത്ത് കോപ്പി എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്ത് എഴുതി വച്ചിട്ടുണ്ട് 750 അഥവാ ഈ ഇലകളിൽ നിന്നാണ് ഇത് ശേഖരിച്ചതെന്ന്. അക്കാലത്ത് പ്രിൻറ്റിങ് കണ്ടുപിടിച്ചിട്ടില്ലേ? പ്രിൻറ്റിങ് കണ്ടുപിടിച്ച് 19ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ പ്രിൻറ്റിങ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇലയിൽ നിന്നും പച്ച ഇലയിൽ നിന്നും അടർത്തിയെടുത്ത അതേ കഴിയെഴുത്ത് പ്രതി കോപ്പി ഇതിൻ്റെ പേപ്പറിലേക്കും മറ്റു തോലിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അത് ഈ 19ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ അക്കാലത്ത് തന്നെ 750 കണ്ടെത്തിയ യഥാർത്ഥ കഴിയെഴുത്ത് കോപ്പിയാണ് ഈ ഖുർആൻ. നമുക്കിതിൻ്റെ ഓരോ ഭാഗങ്ങളൊന്ന് വിശദമായി നോക്കാം. ഇത് മാത്രമല്ല, അത് ഇന്നത്തെ രീതിയിലേക്ക് പ്രിന്റ് ചെയ്ത്, അന്നത്തെ കഴിയെഴുത്ത് ഇന്നത്തെ രീതിയിലേക്കും പ്രിന്റ് ചെയ്തു. പിന്നെ അത് മോഡിഫൈ ചെയ്ത് യഥാർത്ഥ പ്രസ്സിലേക്ക് വന്ന് 19ാം നൂറ്റാണ്ടിൽ ചെയ്ത ആ കോപ്പിയും ഇവിടെയുണ്ട്. അത് രണ്ടും ഒന്ന് പരിചയപ്പെടാം. AD 750 ഇലകളിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തെടുത്ത യഥാർത്ഥ കൈ കൊണ്ട് എഴുതിയ കോപ്പി, ഖുർആൻ കോപ്പി. അതിനുശേഷം അത് മോഡിഫൈ ചെയ്തെടുത്തൊരു കോപ്പി, ഇതും കൈ കൊണ്ട് എഴുതിയത് തന്നെയാണ്. പക്ഷേ ഇലയുടെ അതേ ആ എഴുത്തിൽ നിന്ന് സെയിം പകർപ്പ് പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്തു. അത് കുറച്ചും കൂടി 19ാം നൂറ്റാണ്ട് എത്തിയപ്പം ഒരു പ്രിൻറ്റിങ് രീതിയിലേക്ക് വന്നത്. ഒരു ഇലയിൽ നിന്നും മാത്രം കിട്ടിയ ഒരു കോപ്പി, ഒറ്റ ഇലയിൽ നിന്നും കിട്ടിയ ഒരു കോപ്പിയാണിത്. അക്കാലത്ത് മഷി ഉപയോഗിച്ചതും മരത്തിൻ്റെ കറയും അതുപോലെ ചില പഴവർഗ്ഗങ്ങളുടെ നീരുപയോഗിച്ചായിരുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ. എൻ്റെ തൊട്ടിപ്പുറകിൽ കാണുന്നത് ഒരു മിമ്പറയാണ്, പള്ളിയിലെ കുത്തുബ നടത്തുന്ന മിമ്പർ. 1468 സുൽത്താൻ ഖുത്തുബ് ഉപയോഗിച്ചിരുന്ന ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന മിമ്പറ. അത് അപ്പടി ഇവിടെ എക്സിബിഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാർബിളിൻ്റെ പാത്രമാണിത്. സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന 1270 സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മാർബിൾ പാത്രം. ഒരു വലിയ പാത്രമാണ്, ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തൊരു മാർബിൾ പാത്രം. വലിപ്പം കൊണ്ട് ലോകത്തിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഖുർആനാണ് ഇത്. 1400കളിൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഖുർആൻ. ഇതൊരു പ്രത്യേക മരത്തിൻ്റെ തോലും അതുപോലെ അന്നത്തെ രീതിക്കുള്ള കെമിക്കലൊക്കെ കൂട്ടി ഉണ്ടാക്കിയതാണ്. ഇത് പേപ്പറല്ല, ഒരു പ്രത്യേക മരത്തിൻ്റെ ഇലയും തോലും കൂട്ടി ഉണ്ടാക്കിയതാണ്.
കാണുന്ന പാത്രങ്ങൾ 7ാം നൂറ്റാണ്ടിൽ ഇറാനിൽ ഉപയോഗിച്ചിരുന്ന പളുങ്ക് പാത്രങ്ങളാണ്. മാർബിൾ കൊണ്ടുണ്ടാക്കിയെടുത്ത പാത്രങ്ങൾ 7ാം നൂറ്റാണ്ട് AD 700. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സൗത്ത് ഏഷ്യയുടെ എക്സിബിഷൻ ഹാളിലാണ്. അഥവാ ഇപ്പം എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന മുഗൾ രാജാക്കന്മാരുടെ 1600കളിൽ ഭരിച്ചിരുന്ന മുഗൾ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കുറേ ആഭരണങ്ങളും അവരുടെ കപ്പും ഗ്ലാസുകളും ഒക്കെയാണ്. ജഹാംഗീർ ഉപയോഗിച്ചൊരു കപ്പാണ് എൻ്റെ തൊട്ട പുറകിലിരിക്കുന്നത്. ഇത് ഷാജഹാൻ ഉപയോഗിച്ചിരുന്ന ഒരു കപ്പാണ്. AD 600 ഉപയോഗിച്ചിരുന്ന ഒരു സ്പൂൺ, ഗോൾഡാണ്. ഷാജഹാൻ ഉപയോഗിച്ചിരുന്ന 1628 ഉപയോഗിച്ചിരുന്ന ഒരു കപ്പ്. 1700കളിൽ മുഗൾ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കത്തി. ആയിരത്തി 865 ടിപ്പു സുൽത്താൻ, മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുലി, ഒരു ടൈഗർ ആണിത്. ഇത് ഒരുപാട് പട്ടാളക്കാരെ കടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഇത്തരം ഒരു സ്റ്റാച്ചു, ഒരു പുലിയുടെ ഒരു രൂപം ഉണ്ടാക്കി അവരെ കൊട്ടാരത്തിൽ അന്ന് സൂക്ഷിച്ചിരുന്നു. അത് ഇങ്ങോട്ട് എക്സിബിഷനിലേക്ക് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നത്. ഇരിക്കുന്നത് ബുദ്ധ പ്രതിമയാണ്. ഇന്ത്യയിലെ ബീഹാറിൽ നിന്നും നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ബുദ്ധ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇന്ത്യയിലെ ബീഹാറിൽ. ഇതും ഒരു സ്വർണത്തിൻ്റെ പ്രതിമയാണ്, ബുദ്ധ പ്രതിമയാണ്. ചൈനയിൽ നിന്നും 1700-ൽ 17ാം നൂറ്റാണ്ടിൽ ചൈനയിൽ ഉണ്ടായിരുന്ന പ്രതിമയാണ്. AD 550 ചൈനയിൽ നിന്നും കൊണ്ടുവന്നൊരു ബുദ്ധയാണത്. AD 550 എന്ന് പറയുമ്പം 5ാം നൂറ്റാണ്ട്, 6ാം നൂറ്റാണ്ടിൻ്റെ മുമ്പ്. ഈ ഇരിക്കുന്ന ബുദ്ധ പ്രതിമ AD 200-ൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ നിർമ്മിച്ചതാണ്. അവിടെ നിന്നും കൊണ്ടുവന്നതാണ്. ഈ കാണുന്നത് AD 1-ൻ്റെയും AD 200-ൻ്റെയും ഇടയിൽ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഒരു പ്രത്യേക വോളാണ് ഈ പ്രതിമകളെ കൊണ്ട് അമ്പലം പണിയാനൊക്കെ ഉപയോഗിച്ചിരുന്ന പ്രത്യേക ടൈൽ വോളാണ്. ഇത് 1850-കളിൽ ജപ്പാനിലെ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന പ്രത്യേക തരം ഡ്രസ്സാണ്.
1990കളിൽ ജപ്പാനിലെ റോയൽ ഫാമിലി ഉപയോഗിച്ചിരുന്ന പ്രത്യേക തരം ക്ലോത്തുകളാണ്, ഡ്രസ്സുകളാണ് ഈ കാണുന്നത്. കാണുന്നത് 1777 ജപ്പാനിൽ നിർമ്മിച്ചൊരു പ്രത്യേക തരം പാത്രമാണ്. ആയിരത്തി 1840 ചൈനക്കാർ ഉപയോഗിച്ചിരുന്ന പാത്രം. എൻ്റെ പേര് ജിമോൾ ഷാജൻ. ഇരിഞ്ഞാലക്കുടയിലാണ് ഞാൻ താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. കുറേ നാളായി കുവൈറ്റിൽ ഞാൻ താമസിച്ചപ്പോൾ അവിടെ വെച്ചാണ് അൻഫാൽ ഹെർബ്സ് എന്ന പേരിലുള്ള വന്ധ്യതയ്ക്കുള്ള ദിവ്യ ഔഷധം എനിക്ക് ലഭിച്ചത്. അത് കഴിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ 2 മക്കളും എനിക്ക് കിട്ടിയത്. വന്ധ്യതയ്ക്ക് ശാശ്വത പരിഹാരം അൻഫാൽ ഹെർബൽസ്. ഫോൺ 9567389697. ഇത് പരസ്യമല്ല, 100% സത്യമാണ്. പഠനം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ. പരിശീലനം ഇന്ത്യയിലുടനീളം. തൊഴിൽ വിദേശത്തും സ്വദേശത്തും. ഒപ്പം സ്വന്തമായി ഒരു ബിസിനസ്. ഒരാൾക്കൊരു മൊബൈൽ അത്രയും സ്വാധീനിക്കുന്നു ഇന്ന് മൊബൈൽ ഫോണുകൾ മനുഷ്യജീവിതത്തെ. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു മൊബൈൽ ഫോൺ മേഖലയിൽ. കാലത്തിനനുസരിച്ച് മാറിവരുന്ന മൊബൈൽ ഫോണുകളിൽ ഉയർന്ന പരിശീലനം നൽകുന്നത് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ മാത്രം. പരിശീലനം കഴിഞ്ഞ എല്ലാവർക്കും ജോലി. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയെ വേറിട്ട് നിർത്തുന്നു. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, NS ജംഗ്ഷൻ, ചങ്കുവെട്ടി, കോട്ടക്കൽ. മിനി സ്ക്രീൻ ചരിത്രത്തിൽ ആദ്യമായി നിങ്ങളുടെ സ്വന്തം ദർശന TV മാപ്പിളപ്പാട്ടുകളുടെ തികച്ചും വ്യത്യസ്തമായ ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ. ആലാപന മികവ് കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ ഇതാ ഇവരെത്തുന്നു. 30-ൽ പരം കൊച്ചു പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മാപ്പിളപ്പാട്ടുകളുടെ റിയാലിറ്റി ഷോ ഉടൻ വരുന്നു നിങ്ങളുടെ സ്വന്തം ദർശന TVയിൽ. ബഷീറിൻ കാഴ്ചപ്പാട് പ്രകൃതി എന്ന് പറയുന്നത് കേവലം മനുഷ്യൻ്റെ ഉപയോഗത്തിനും മാത്രം ഉള്ളതല്ല പ്രകൃതി. ഇവിടുത്തെ കൊടാനകോടി ജീവബന്ധുക്കൾ, അത് പുല്ലോ പുഴുവോ എന്താ പാമ്പോ പഴുതാരിയോ തേളോ എന്തോ ആട്ടെ, സിനിമയെപ്പറ്റി അത്രയൊന്നും ആരോഗ്യകരമല്ലാത്ത ഒരു ബോധമാണ് മലയാളിക്ക് കുറേ കാലത്ത്. ചലച്ചിത്ര പ്രവർത്തകരിലും ചലച്ചിത്രത്തിൻ്റെ പിന്നണിയിലുള്ളവർക്കും പ്രേക്ഷകരിലൊക്കെ അത്രയൊന്നും ശുഭപ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത, അത്രയും നല്ലതല്ലാത്തൊരു ഒരു സങ്കല്പം രൂപപ്പെട്ടു വരുന്നുള്ളത് തീർച്ചയായും സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആൽബർട്ട് മ്യൂസിയത്തിനകത്തെ യൂറോപ്പ് ഗാലറിയിലാണ്. ഇവിടെ ഒരുപാട് ഗാലറികളാണ്. ഓരോ രാജ്യത്തിനും ഓരോ
ഭൂഖണ്ഡത്തിനും ഓരോ ഗാലറി പണിതിട്ടുണ്ട്. ആ ഭൂഖണ്ഡത്തിനകത്ത് ഓരോ രാജ്യങ്ങൾക്കും ഓരോ ഗാലറി പണിതിട്ടുണ്ട്. ഇതിൽ ആൽബർട്ട് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ ഏറ്റവും ഫേമസ് ആയൊരു മ്യൂസിയമാണ്. ആയിരക്കണക്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് ഉപകരണങ്ങൾ, അന്നത്തെ ഓരോ രാജ്യത്തിൻ്റെ ട്രഡീഷണൽ എക്യുപ്മെൻറ്റ്സ് നേരിട്ട് കാണാൻ പറ്റുന്നൊരു മ്യൂസിയമാണത്. യൂറോപ്യനിലെ ഈ മ്യൂസിയത്തിൻ്റെ ഹാളിലേക്ക്, പവലിയനിലേക്കാണ് ഞാൻ കയറിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് നടക്കാനുണ്ട്. ഒരു ദിവസം മുഴുവൻ കറങ്ങിയാൽ പോലും ഇത് തീരില്ല. യൂറോപ്യൻ സ്റ്റാളുകളിലൊക്കെ നമുക്കൊന്ന് വിസിറ്റ് ചെയ്ത് ഇവിടുത്തെ പഴമയുടെ ആ ചരിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടു പഠിക്കാം, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാം. ആയിരത്തി 1520 യൂറോപ്പിൽ നിർമ്മിച്ച ഏറ്റവും ഫേമസ് ആയ ഒരു കലാരൂപമാണ് എൻ്റെ തൊട്ട് പുറകിലുള്ളത്. ഇതൊരു ബോക്സാണ്. 2 സെൻറ്ററിലൊരു പെട്ടി, സൈഡിലൊരു പെട്ടി, ഇങ്ങനെ അടയ്ക്കാനും തുറക്കാനും പറ്റുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കലാരൂപങ്ങൾ, സ്റ്റാച്ചുകളാണ് ഇതിൻ്റെ അകത്ത്. ഇതിപ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന മ്യൂസിയത്തിൽ. അക്കാലത്ത് ഇത് ആവശ്യക്കാർ വരുമ്പോൾ, എപ്പോഴും ഗസ്റ്റ് വരുന്ന സമയത്ത് മാത്രം തുറന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേക ഇനം കലാരൂപമാണ്. ലണ്ടന്റെ സൈറ്റ് സീൻ ടൂറുകളൊക്കെ ഏകദേശം തീർന്നു. ഇനി ഭക്ഷണം കഴിക്കണം. അതിന് നല്ലൊരു ഹലാൽ ഹോട്ടൽ അന്വേഷിച്ച് നടന്നു. അറബികൾ നടത്തുന്ന ഒരു ഹലാൽ ഫുഡ് റെസ്റ്റോറൻറ്റ് കണ്ടു. പുറത്ത് ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹലാൽ എന്ന്. അങ്ങനെ അകത്ത് കയറി കുറേ ഐറ്റംസ് നോക്കി. നമ്മുടെ നാട്ടിലെ പോലെ ഷവർമ, ബീഫ് ഷവർമ, ചിക്കൻ ഷവർമ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും കബാബാണ് കുറച്ചുകൂടി ടേസ്റ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി കബാബ്, ഇറച്ചി കബാബും കുറച്ച് സലാഡൊക്കെ കൂടി മിക്സ് ചെയ്ത് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. 5 പൗണ്ടാണ്, 5.7 ടോട്ടൽ. ഏകദേശം 500 രൂപ ഒരു ചെറിയ ഫുഡിന്. ഏതായാലും അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ വരും. നമുക്ക് അത് വന്നിട്ട് അത് എങ്ങനെ അതിൻ്റെ രീതിയൊക്കെ നോക്കാം, അതൊന്ന് കഴിച്ചു നോക്കാം. എന്തായാലും പന്നി മാത്രം ഇവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതാണ് ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചിക്കനും മറ്റുള്ളതൊക്കെ ഹലാൽ തന്നെയാണ്. കാരണം അധിക കടകളിൽ നോക്കി തന്നെ തിന്നണം. പന്നി അല്ലെങ്കിൽ പന്നിയുള്ള കടകളിൽ നിന്ന് പോലും ചിക്കൻ കഴിക്കാൻ പറ്റില്ല. ആ പന്നി വേവിച്ച പാത്രത്തിലിട്ട് അവർ ചിക്കൻ മസാലയൊക്കെ കുഴച്ചായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ ഹലാൽ എന്ന് പ്രത്യേകമായി എഴുതി വെച്ചിട്ടുണ്ട്. അറബിയൊക്കെ സംസാരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏതായാലും ഈ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ലണ്ടനിൽ നിന്ന് ബർമിംഗ്ഹാമിലേക്ക് അഥവാ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ബസ്സിന് യാത്ര പോകണം. ബസ്സിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. മൊബൈൽ ഫോണിൽ ഒരു SMS ആയിട്ടാണ് എനിക്ക് ടിക്കറ്റ് റിസർവേഷൻ കിട്ടിയിട്ടുള്ളത്. ഇൻ്റർനെറ്റിലാണ് ബുക്ക് ചെയ്തതും പൈസ അടച്ചതൊക്കെ. ഒരു SMS ആണ് ഇപ്പോൾ ബസ് ഡ്രൈവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ലണ്ടനിലെ ഈ ഒരു ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ കോച്ച് സ്റ്റേഷൻ എന്നാണ് വിളിക്കുക. ഈ ഒരു കോച്ച് സ്റ്റേഷൻ സത്യത്തിൽ ഒരു എയർപോർട്ട് പോലെ ഉണ്ട്. എയർപോർട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. ധാരാളം ബസ്സുകൾ വന്ന് നിൽക്കുന്നുണ്ട്. കൗണ്ടർ നമ്പർ, അതുപോലെ ഗേറ്റ് നമ്പർ, ബോർഡിംഗ് എന്നൊക്കെയാണ്, ചെക്ക് ഇൻ, ബോർഡിംഗ് എന്നൊക്കെയാണ് കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഏതായാലും 7:30 എൻ്റെ ബസ്. 17 ഗേറ്റ് നമ്പർ. ഈ SMS ബസ് ഡ്രൈവർ കാണിച്ചു കൊടുത്ത് ബസ്സിലേക്ക് കയറണം. അങ്ങനെ ബർമിംഗ്ഹാമിലെത്തും. ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ 3 മണിക്കൂർ എൻ്റെ അടുത്ത് യാത്രയുണ്ട് ബർമിംഗ്ഹാമിൽ. അവിടെയാണ് താമസം. ഓക്കെ, ഇനി ബർമിംഗ്ഹാമിൽ വെച്ച് കാണാം. ബസ് വരാൻ കാത്തിരിക്കുകയാണ്. പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ന്യൂ ഇയർ കുറീസ് ഉണ്ടെങ്കിൽ ഏത് പ്രാർത്ഥനയും സഫലമാകും. ന്യൂ ഇയർ കുറീസ്, കേച്ചേരി, തൃശൂർ. ഇൻ അസോസിയേഷൻ വിത്ത് എന്റെ മകളുടെ ഭാവി ഞാൻ സുരക്ഷിതമാക്കി ചെമ്മണ്ണൂർ ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ.